ये शोहरत भी ले लो. ഇശലിന്റെയും ഫുട്ബോളിന്റെയും മടിത്തട്ടായ നമ്മുടെ മൊഗ്രാൽ ഗ്രാമം. ഓർമ്മകളെ ഓർമ്മകളെ കൈവള ചാർത്തി വരൂ വിമുഖമിവേദി. ഇവിടുത്തെ ഭൂരിഭാഗം പേർക്കും മറക്കാനാകാത്ത ഒരുപാട് അനുഭവങ്ങൾ സമ്മാനിച്ച നമ്മുടെ മൊഗ്രാൽ സ്കൂൾ. ഇവിടെ നിന്നും ബാലപാഠങ്ങൾ നേടിയ ഒരുപാട് പേർ ഇന്ന് ലോകത്തിന്റെ പല സ്ഥലങ്ങളിലും ഉന്നത പദവികൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. ഇന്ന് നമ്മോടൊപ്പമുള്ളത് മൊഗ്രാലിന്റെ സാംസ്കാരിക നായകന്മാരായ നമ്മുടെ ഗുരുനാഥന്മാരാണ്. ഓർമ്മകൾ ഓടിക്കളിക്കുവാനെത്തുന്നു മുറ്റത്തെ ചക്കരമാവിൻ ചുവട്ടിൽ, മുറ്റത്തെ ചക്കരമാവിൻ ചുവട്ടിൽ. ഓർമ്മകൾ ഓടിക്കളിക്കുവാനെത്തുന്നു മുറ്റത്തെ ചക്കരമാവിൻ ചുവട്ടിൽ, മുറ്റത്തെ ചക്കരമാവിൻ ചുവട്ടിൽ. ഇബ്രാഹിം നബിയുടെയും ഇസ്മായിൽ നബിയുടെയും ത്യാഗസന്നദ്ധതയുടെ ഓർമ്മ പുതുക്കലായ ഈ ബലിപെരുന്നാളിൽ നമ്മോട് ഈ ഗുരുനാഥന്മാർ അവരുടെ പെരുന്നാൾ ഓർമ്മകൾ പങ്കുവയ്ക്കുകയാണ്. ഇന്ന് നമ്മളോടൊപ്പം നമ്മുടെ മൊഗ്രാലിലെ ഗുരുനാഥന്മാർ ആണുള്ളത്. അവരുടെ പെരുന്നാൾ അനുഭവം നമുക്ക് ഓരോരുത്തരോടും ചോദിക്കാം. എൻ്റെ ബാല്യകാലത്തെ പെരുന്നാൾ അനുഭവവും ഇന്നത്തെ പെരുന്നാൾ അനുഭവവും തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ട്. സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു കുടുംബത്തിലെ അംഗമായിരുന്നു ഞാൻ. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പുതിയ വസ്ത്രം പെരുന്നാളിന് മാത്രമാണ് ലഭിക്കുന്നത്. അത് തന്നെ ചെറിയ പെരുന്നാളിന് ഒരു പുതിയ വസ്ത്രം കിട്ടും. അത് തന്നെ ഏകദേശം വൈകുന്നേരം ആകുമ്പോൾ എൻ്റെ മാതാവ് അതിനെ മടക്കി വെച്ചിട്ട് വലിയ പെരുന്നാളിനും അതേ വസ്ത്രമാണ് ഞങ്ങൾ ധരിക്കാറ്. പെരുന്നാളിന് കുറേ ദിവസം മുമ്പ് തന്നെ പെരുന്നാളിനുള്ള ഒരുക്കങ്ങൾ നടത്തും. രാവിലെ മുതലേ വീടും പരിസരവും വൃത്തിയാക്കും. പിന്നെ പെരുന്നാളിൻ്റെ അപ്പം, ഇത് വലിയ ഫേമസാണ് നമ്മുടെ നാട്ടിൽ. രാവിലെ പള്ളിയിൽ പോവും. പള്ളിയിൽ തിരിച്ചു വന്നതിന് ശേഷം സുഹൃത്തുക്കളുടെ വീടുകളിലൊക്കെ കയറും. പിന്നെ വൈകുന്നേരമാകുമ്പോൾ മൊഗ്രാലിൻ്റെ ഒരു പ്രത്യേക, മൊഗ്രാലിന് മാത്രമുള്ളൊരു പ്രത്യേകതയുണ്ട്, തൊട്ടിലാട്ടം. ഇപ്പോൾ വീടുകളിൽ നിന്നൊക്കെ, കുടുംബ വീടുകളിൽ നിന്നൊക്കെ കിട്ടുന്ന ചെറിയ ഒരു നാണയത്തൊട്ടുകൾ അത് സ്വരൂപിച്ചിട്ട് വൈകുന്നേരം തൊട്ടിലിരിക്കും. പിന്നെ കുറച്ച് കളിക്കോപ്പുകളൊക്കെ വാങ്ങും. ഇതോടുകൂടി പെരുന്നാൾ അവസാനിക്കും. പിന്നെ ഒരു നല്ല ഭക്ഷണം, കോഴിക്കറിയും നെയ്ച്ചോറുമൊക്കെയുള്ള ഭക്ഷണം ഒന്ന് കിട്ടുന്നത് പെരുന്നാൾ ദിവസമാണ്. ഇത്രയൊക്കെയാണ് എൻ്റെ പ്രധാനപ്പെട്ട പെരുന്നാൾ അനുഭവങ്ങൾ. മാഷ് പറഞ്ഞതിൽ നിന്ന് വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല നമ്മളെ പെരുന്നാളിനും. അത് തന്നെയാണ് പിന്നെ കുട്ടികൾക്ക് മാത്രമാണ് ആ പെരുന്നാൾ ഒരു ആസ്വദിക്കുക എന്നുള്ളത്. ആ ഒരു തരത്തിൽ നമ്മൾ വന്ന് നല്ലതുപോലെ പെരുന്നാൾ ആസ്വദിച്ചിരുന്നു. അത് ദാരിദ്ര്യത്തിൻ്റെ ഇടയിൽ നിന്ന് തന്നെയാണ്. മാഷ പറഞ്ഞതുപോലെ പിന്നെ അതേ ഒരേ ഡ്രസ്സ് തന്നെ ചിലപ്പം അത് തന്നെയാണ് ഇസ്തിരി ഇട്ടിട്ട് അല്ലെങ്കിൽ പിന്നെ എന്താണ് മടക്കി വെച്ചിട്ട് ഒരേ വസ്ത്രം തന്നെ രണ്ട് പെരുന്നാളിലും ഉപയോഗിക്കുന്ന ഒരവസ്ഥ. പിന്നെ പള്ളിയിലുള്ള പോക്ക്, ഖുതുബ, പിന്നെ
നമ്മളെ തൊട്ടിലാട്ടത്തിലേക്കും ഇങ്ങനെ ആ ഒരു കുട്ടികൾ ഇപ്പം ആ ഒരു തരത്തിലേക്ക് അല്ല ആ കുട്ടികൾ വരുന്നെങ്കിലും നമ്മൾ ആ സമയത്ത് നമ്മൾ മോഡേൺ ടെക്നോളജി ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ എൻജോയ് ചെയ്ത ഒരു സമയമാണ് പെരുന്നാൾ എന്ന് പറയുന്നത്. ആ പെരുന്നാൾ നല്ല രീതിയിൽ എൻജോയ് ചെയ്തിട്ട് പെരുന്നാളിൻ്റെ എല്ലാ തനിമയോത്തോടുകൂടി തന്നെ പെരുന്നാൾ ആഘോഷിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. എനിക്കും പറയാനുള്ളത് മായുമാഷും ഖാദർമാഷും പറഞ്ഞതുപോലെ പഴയകാലത്ത് പെരുന്നാളിൻ്റെ ഡ്രസ്സൊക്കെ അങ്ങനെ തന്നെയായിരുന്നു. നോമ്പിൻ്റെ പെരുന്നാളിൻ്റെ ഡ്രസ്സൊക്കെ എടുത്തു വെച്ച് ഹജ്ജ് പെരുന്നാൾക്ക് അല്ലെങ്കിൽ വലിയ പെരുന്നാൾക്ക് ധരിക്കും. ഭക്ഷണത്തിൻ്റെ കാര്യം അങ്ങനെയായിരുന്നു. അന്നൊരു ഭക്തിയോട് കൂടിയിട്ടുള്ള ഒരു പെരുന്നാളായിരുന്നു. പെരുന്നാൾ എന്തിന് പെരുന്നാൾ എന്ന് അറിയുന്ന ഒരു സമൂഹമായിരുന്നു. അന്ന് നോമ്പ് നോറ്റതിന് ശേഷം അതിൻ്റെ ആഹ്ലാദം ഒരു ഭക്തിയോട് കൂടിയിട്ട് ഒരു പെരുന്നാൾ ആഘോഷിക്കുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. ഹജ്ജ് പെരുന്നാളും അങ്ങനെ തന്നെ. ഇബ്രാഹിം നബിൻ്റെയും ഇസ്മായിൽ നബിയുടെയും ഒക്കെ ആ ത്യാഗം അറിഞ്ഞുകൊണ്ട് തന്നെ ഭക്തിയോട് കൂടിയിട്ട് ഉണ്ട ഒരു പെരുന്നാൾ. ഇന്ന് അതൊക്കെ മാറി. ഇന്ന് ആർക്കും അറിയുന്നില്ല. ഒരു ഡ്രസ്സ് ഇടുക എന്നതും ഒരു പെരുന്നാൾ എന്നത് ഒരു ചടങ്ങായിട്ട് മാറ്റുന്ന ഒരവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇന്നത്തെ ഈ പുതിയ ജനറേഷൻ, ന്യൂ ജനറേഷൻ പെരുന്നാൾ എന്തിനാണ് എങ്ങനെയാണ് എന്നറിയാത്തൊരവസ്ഥയുള്ളത് കൊണ്ട് തീർച്ചയായിട്ടും പുതിയ ജനറേഷനിൽ ഒരു പെരുന്നാൾ കടന്നു വരുമ്പോൾ അതിൻ്റെ യഥാർത്ഥ അവസ്ഥ മനസ്സിലാക്കി കൊടുക്കാൻ ഒരു സമൂഹം വളർന്നു വരേണ്ടതുണ്ട് എന്ന് എനിക്ക് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഉഗ്രായിലെ അധ്യാപന മേഖലയിലെ തലതൊട്ടപ്പനായ മാഹി മാഷിൻ്റെയും അതുപോലെ തന്നെ സഹപ്രവർത്തകരെയും കൂടെ പെരുന്നാളിൻ്റെ അനുഭവങ്ങൾ പങ്കുവെക്കാനുള്ള ഈ ഒരു വേദി ഇവിടെ ഉണ്ടാക്കിയ മൈ മൊഗ്രാലിൻ്റെ അണിയറ ശില്പികളെ ആദ്യമായി ഞാൻ അഭിനന്ദിക്കുകയാണ്. ഇന്ന് ഞാൻ അധ്യാപന വൃത്തിയിലില്ലെങ്കിലും ഒരു 7 വർഷത്തോളം താൽക്കാലിക അടിസ്ഥാനത്തിൽ അധ്യാപകനായി ജോലി ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ്. അന്ന് ഞാൻ പ്രീ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു അധ്യാപിക ഉണ്ടായിരുന്നു, സ്മിത പാർവതി. അവർ അന്ന് വിദ്യാർത്ഥികളോട് ചോദിക്കുകയുണ്ടായി, നിങ്ങൾക്ക് എന്തായി തീരാനാണ് ആഗ്രഹമെന്ന് ചോദിച്ചപ്പോൾ ഞാനന്ന് അഭിമാനത്തോടു കൂടി പറഞ്ഞത് എന്നെ ഞാനാക്കി മാറ്റിയ എൻ്റെ വ്യക്തിത്വത്തെ തേച്ച് മിനുസപ്പെടുത്തിയ ഒരു നിങ്ങളെപ്പോലുള്ള അധ്യാപിക ആവാനാണ്, അല്ലെങ്കിൽ അധ്യാപകനാവാനാണ് എനിക്ക് ആഗ്രഹമെന്നായിരുന്നു പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അത് കഴിഞ്ഞ് അല്പസമയം അല്ലെങ്കിൽ ഒരു 7 വർഷത്തോളം അധ്യാപകനായി ജോലി ചെയ്തെങ്കിലും പിന്നീട് വേറൊരു മേഖലയിലേക്ക് പറിച്ചു നടപ്പെടുകയാണ് ഉണ്ടായത്. ഏതായാലും കുട്ടിക്കാലത്തെ ബലിപെരുന്നാളിൻ്റെ അനുഭവങ്ങളെക്കുറിച്ചൊക്കെ പലരും ഇവിടെ പ്രതിപാദിക്കുകയുണ്ടായി. അതിൽ നിന്നും കാര്യമായ വ്യത്യസ്തമായ അനുഭവങ്ങൾ ഇല്ലെങ്കിലും പെരുന്നാളെന്ന് പറയുമ്പോൾ എനിക്ക് വളരെ പ്രധാനമായും ഓർമ്മ വരുന്നത് 5 രൂപയുടെ പുതിയ നോട്ടാണ്. പെരുന്നാളാവാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നത് തന്നെ 5 രൂപയുടെ പുതിയ നോട്ട് കിട്ടാൻ വേണ്ടിയായിരുന്നു. അത് സ്വരൂപിച്ച് വെച്ച് പിറ്റേ വർഷം വരെ ആ 5 രൂപ ഇങ്ങനെ ചിലവാക്കാതെ വീട്ടിൽ തന്നെ വെക്കുമായിരുന്നു. പ്രത്യേകിച്ച് ഞങ്ങൾക്ക് ആദ്യമായി പെരുന്നാൾ ദിവസം പുതുവസ്ത്രങ്ങളൊക്കെ അണിഞ്ഞ് പള്ളിയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായി ഞാൻ പോയിരുന്നത് മൊഗ്രാലിൻ്റെ സാംസ്കാരിക രംഗത്ത് നിറസാന്നിധ്യമായിരുന്ന ഇന്ന് നമ്മോടൊപ്പം ഇല്ലാത്ത ബഹുമാനായ എൻ്റെ ഇളയപ്പ അജി ടി.എം. കുഞ്ഞി സാഹിബിൻ്റെ വീട്ടിലേക്കായിരുന്നു. അദ്ദേഹം ആദ്യമായി എനിക്ക് ഒരു 5 രൂപയുടെ പുതിയ നോട്ട് എനിക്ക് എൻ്റെ കയ്യിൽ വെച്ച് തരും. അത് വെച്ചുകൊണ്ടാണ് മറ്റുള്ള കുടുംബാംഗങ്ങളുടെ അടുത്തേക്കും പോവുകയും ഉപ്പയും മറ്റുള്ളവരും ഇതേ രീതിയിൽ പുതിയ നോട്ട്, ചില ആൾക്കാർ 2 രൂപയായിരിക്കും, ചില ആൾക്കാർ 1 രൂപയുടെ പുതിയ നോട്ടായിരിക്കും. ഏതായാലും പുതിയ നോട്ടുകൾ കയ്യിൽ വെക്കുമ്പോൾ അന്നുണ്ടായിരുന്ന അനുഭൂതി അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒന്നായിരുന്നു. പിന്നെ വസ്ത്രങ്ങളുടെ കാര്യം, ഇവരൊക്കെ പറഞ്ഞ പോലെ അന്ന് നല്ല നിലയിൽ കച്ചവടം നടക്കുന്ന ഒരു ഷോപ്പ് എൻ്റെ ഉപ്പാക്കുള്ളത് കൊണ്ട് ഞാൻ ഉപ്പാൻ്റെ പൈസ ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നല്ലവണ്ണം കരഞ്ഞിട്ട് വീണ്ടും നോമ്പിൻ്റെ പെരുന്നാൾക്ക് വാങ്ങിയ വസ്ത്രം ഇടാൻ കൂട്ടാക്കാതെ ഹജ്ജ് പെരുന്നാൾക്ക് വീണ്ടും വസ്ത്രം വാങ്ങിക്കാൻ വേണ്ടി ആ വാശി പിടിക്കുകയും ആ വാശിക്ക് വഴങ്ങിയിട്ട് ഉപ്പ പുതിയ കുപ്പായം വീണ്ടും വാങ്ങിത്തരികയും ഉണ്ടായിരുന്ന ആ ഒരു അനുഭവമാണ് അതേപ്പറ്റി പറയാനുള്ളത്.
പിന്നീട് വളരെ സന്തോഷത്തോടു കൂടി തന്നെ കുട്ടികളോടൊക്കെ ഒന്നിച്ചുകൊണ്ട് തൊട്ടടുത്തുള്ള പുതിയ പള്ളിയിൽ പോയി പെരുന്നാൾ നിസ്കാരം നിർവഹിക്കുകയും എല്ലാവരും ഒന്നായിട്ട് അവിടെയുള്ള അയൽപക്കത്തുള്ള വീടുകളൊക്കെ സന്ദർശിക്കുകയും സ്നേഹം പങ്കിടുകയും കുടുംബ വീടുകൾ സന്ദർശിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പിന്നീട് മൊഗ്രാലിൻ്റെ പ്രത്യേകതയായ തൊട്ടിലാട്ടം കയറിയിരിക്കാൻ ഭീതിയുണ്ടായിരുന്നെങ്കിലും കുട്ടികളുടെയൊക്കെ നിർബന്ധത്തിന് വഴങ്ങി അതിൽ കയറിയിരിക്കുകയും അതിലൊരു ആനന്ദം കണ്ടെത്തുകയും ചെയ്യുമായിരുന്നു. മൊഗ്രാലിലെ അധ്യാപകരുടെ കാരണവരായ എൻ്റെ ഗുരുനാഥൻ കൂടിയായ മാഹിൻ മാഷിനും എനിക്ക് മുമ്പേ നടന്നുപോയ ഗുരുവൈദ്യന്മാർക്കുമൊപ്പം ഇരുന്ന് പെരുന്നാൾ അനുഭവങ്ങൾ പങ്കുവെക്കാൻ ഒരവസരം ഉണ്ടാക്കി തന്നതിൽ മൈ മൊഗ്രാലിൻ്റെ പ്രവർത്തകരെ ആദ്യമായിട്ട് നന്ദി അറിയിക്കുകയാണ്. പെരുന്നാളിൻ്റെ ഓർമ്മകൾ, ബലിപെരുന്നാളിൻ്റെ ഓർമ്മകളെ സംബന്ധിച്ച് പറയുമ്പോൾ ബലിയുടെ ഓർമ്മകളെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും ആദ്യം നടന്ന ബലിയെക്കുറിച്ചുമൊക്കെ പറയാതെ നമുക്ക് പെരുന്നാളിൻ്റെ ഓർമ്മകളെക്കുറിച്ച് പറയാൻ സാധിക്കില്ല എന്ന് തോന്നുന്നു. ഒരു പക്ഷേ ഏറ്റവും പ്രസക്തമായ ഓർമ്മകളും നമ്മുടെ ഓർമ്മകളെക്കാൾ ഏറ്റവും ശ്രേഷ്ഠമായതും ആ ഓർമ്മകളാണ് എന്ന് എനിക്ക് തോന്നുന്നു. പ്രത്യേകിച്ച് നമ്മൾ അധ്യാപകരാണ് എന്നുള്ളതുകൊണ്ട് എനിക്ക് ഇതിനെക്കുറിച്ച് ആലോചിച്ചപ്പോൾ തോന്നിയ ഒരു വിഷയം, നമ്മളിപ്പോൾ അധ്യാപക സമൂഹത്തിന് അറിയാവുന്ന വസ്തുതയാണ്, വിദ്യാഭ്യാസ ചട്ടങ്ങളും വിദ്യാഭ്യാസ നിയമങ്ങളും ഒക്കെ മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇന്ന് കുട്ടികൾക്ക് അവകാശമായി കൊടുക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അതിലൊന്ന്, ഇപ്പോൾ ഈ വർഷം മാറി വന്ന വിദ്യാഭ്യാസ ചട്ടത്തിൽ അവർക്ക് പാർട്ടിസിപ്പേഷൻ, പങ്കാളിത്തം കൊടുക്കണം, പ്രൊവിഷൻ അവർക്ക് ലഭ്യത നൽകണം, പ്രൊട്ടക്ഷൻ അവർക്ക് സംരക്ഷണം നൽകണം എന്നൊക്കെ പുതിയ വിദ്യാഭ്യാസ ചട്ടത്തിൽ അവരുടെ അവകാശമായി പറയുന്നുണ്ട്. ഇത് ഇബ്രാഹിം നബിയുടെ ചരിത്രം നമ്മൾ ഖുർആനിൽ വായിച്ചു നോക്കുമ്പോൾ ഇബ്രാഹിം നബി ബലി നൽകാൻ വേണ്ടി, മകനെ ബലിയെറുക്കാൻ വേണ്ടി പോകുന്ന സന്ദർഭത്തിൽ ഇത് വളരെ മനോഹരമായി ഇത് കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് ബാപ്പ മകനോട് ബാപ്പക്ക് തീർച്ചയായിട്ടും നിർബന്ധമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് ബലി എന്ന് പറയുന്നത്. തൻ്റെ മകനെ അറക്കാൻ വേണ്ടിയിട്ടുള്ള കൽപ്പനയാണ്. പക്ഷേ എന്നിട്ടും ബാപ്പ മകനോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. എനിക്ക് സ്വപ്നത്തിൽ ഇങ്ങനെ കണ്ടിട്ടുണ്ട്, അപ്പോൾ നിന്നെ അറക്കണമെന്നാണ് കണ്ടത്, നിൻ്റെ അഭിപ്രായം എന്താണ് എന്ന് ഒരു അഭിപ്രായം ചോദിക്കൽ, ഒരു ചർച്ചയിൽ ഇടപെടിക്കൽ, അവരെ കൂടി ഉൾപ്പെടുത്തൽ, മക്കളെ കൂടി ഉൾപ്പെടുത്തൽ എന്നുള്ള ഒരു പാഠം നമുക്കതിൽ നിന്ന് കാണാൻ സാധിക്കും. അപ്പോൾ അത്രയും ഏറ്റവും വലിയ അറിവ് സമ്പാദിച്ച ഇബ്രാഹിം നബി, അദ്ദേഹത്തിൻ്റെ അത്രത്തോളം അങ്ങനെ ഒരു ബാപ്പയുടെ മകനായി പിറന്ന ഇസ്മായിൽ നബിയിൽ നിന്ന് തീർച്ചയായിട്ടും ഉണ്ടാകുന്ന മറുപടി, ബാപ്പയോട് കൽപ്പിക്കപ്പെട്ടത് ചെയ്തുകൊള്ളുക, അതിന് ഒരു വിരോധവും കാണേണ്ടതില്ല എന്നാണ്. അപ്പോൾ അങ്ങനെയൊരു പിതാവും മകനും തമ്മിലുള്ള ആത്മബന്ധവും, അങ്ങനെയുള്ള അത്രത്തോളം ആത്മബന്ധമുള്ള മകനെ ബലിയെറുക്കുന്നതും ആയിട്ടുള്ള ഓർമ്മകളുമായി തട്ടിച്ചു നോക്കുമ്പോൾ സ്വന്തം താല്പര്യങ്ങളെയും ഇഷ്ടങ്ങളെയും ഏറ്റവും വലിയവന് വേണ്ടി ബലിയർപ്പിക്കുന്ന ആ ഓർമ്മകളിൽ നിന്ന് നമ്മുടെ ഓർമ്മകളിലേക്ക്, പെരുന്നാളിൻ്റെ ഓർമ്മകളിലേക്ക് ഇങ്ങോട്ടെത്തുമ്പോൾ നമ്മുടെ താല്പര്യങ്ങൾക്കും നമ്മുടെ സന്തോഷങ്ങൾക്കും വേണ്ടി ഏറ്റവും വലിയവൻ്റെ എല്ലാ കൽപ്പനകളെയും ബലി അർപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഇന്നത്തെ പെരുന്നാൾ മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യങ്ങളെ അകറ്റി നിർത്തിയാൽ മറ്റ് പെരുന്നാൾ അനുഭവങ്ങളൊക്കെ സന്തോഷകരമാണ്. ഇപ്പോൾ എനിക്ക് മുമ്പേ പറഞ്ഞ ഗുരുക്കന്മാരൊക്കെ പറഞ്ഞതുപോലെ പഴയ കാലത്തിൽ നിന്നും തീർച്ചയായിട്ടും വ്യത്യസ്തമാണ് പുതിയ കാലത്തെ പെരുന്നാൾ അനുഭവങ്ങൾ. ദ്രുതഗതിയിൽ മാറിക്കൊണ്ടിരിക്കുന്ന ഇന്നത്തെ കാലഘട്ടവും അനുഭവങ്ങളുമൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്നത് അന്നത്തെ ഒരു ലാളിത്യം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ മായ്മാഷും മറ്റുള്ളവരൊക്കെ പറയുകയുണ്ടായി, ഒരു പെരുന്നാളിന് ഉപയോഗിച്ച വസ്ത്രം തന്നെ മടക്കി വെച്ച് അടുത്ത പെരുന്നാളിനും ഉപയോഗിക്കും എന്ന്. അത് തന്നെയായിരുന്നു പലപ്പോഴും റബീഉൽ അവ്വലിന് നമ്മൾ മദ്രസയിൽ പരിപാടിക്ക് പോകുമ്പോഴും ആ വസ്ത്രം തന്നെയായിരുന്നു ഉപയോഗിക്കേണ്ടിയിരുന്നത്. പക്ഷേ ഇന്നത്തെ കുട്ടികൾക്ക് പെരുന്നാളിനൊന്ന്, അടുത്ത പെരുന്നാളിനൊന്ന്, റബീഉൽ അവ്വലിനൊന്ന്, കല്യാണത്തിനൊന്ന് എന്നിങ്ങനെ വസ്ത്രം എപ്പോൾ വാങ്ങണം
എപ്പോൾ വാങ്ങണ്ട എന്നുള്ള ഒരു ഒരു വേർതിരിവ് കുട്ടികൾക്ക് നമ്മൾ തന്നെ രക്ഷിതാക്കൾ തന്നെ അത് മനസ്സിലാക്കി കൊടുക്കുന്നില്ല. ഈ ഒരു ലാളിത്യം അല്ലെങ്കിൽ ഈ ഒരു ജീവിതത്തിൻ്റെ വല്ലാത്തൊരു വർണ്ണശബളിമകളിൽ അടിമപ്പെട്ടു പോവുക എന്നുള്ളതൊന്നും ഉണ്ടാവരുത് എന്ന രീതിയിലേക്ക് കുട്ടികളെ പഠിപ്പിച്ചെടുക്കാൻ ഞാനടക്കമുള്ള രക്ഷിതാക്കൾ ശ്രമിക്കുന്നില്ല. അപ്പോൾ ഇന്നത്തെ കുട്ടികളുടെ പെരുന്നാൾ അത്തരത്തിലുള്ള ഒരു വിഷമങ്ങൾ അറിയാതെ പോകുന്ന പെരുന്നാളാണ്. പിന്നെ നമ്മൾ ബന്ധുവീടുകൾ സന്ദർശിക്കുന്നതിനെക്കുറിച്ചുള്ള ഓർമ്മകളെക്കുറിച്ച് പറയുമ്പോൾ എൻ്റെ പെരുന്നാൾ അനുഭവത്തെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും ആദ്യം മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ഉപ്പയുടെ കൈപിടിച്ച് എൻ്റെ കുഞ്ഞിമാൻ്റെ കാക്കാമാരുടെ വീട്ടിലേക്കൊക്കെ പോയ അനുഭവങ്ങളാണ്. അന്ന് 40-50 കിലോമീറ്റർ സ്പീഡിൽ ഓടുന്ന ലോക്കൽ ബസ്സിൽ കയറിയിട്ടാണെങ്കിലും എല്ലാ വീടുകളിലേക്കും നമ്മൾ എത്തുമായിരുന്നു. കിലോമീറ്ററുകൾ ദൂരമുള്ള വീടുകളിൽ നമ്മൾ എത്തുമായിരുന്നു. പക്ഷേ ഇന്ന് 80-90 100 വരെ ഓടിക്കാൻ സാധിക്കുന്ന വാഹനങ്ങൾ എല്ലാവർക്കും സ്വന്തമായിട്ടുണ്ട്. പക്ഷേ അപ്പോഴും നമ്മൾ ഏറ്റവും അടുത്ത കിലോമീറ്ററുകളിലുള്ള ബന്ധുവീടുകളിൽ പോലും നമ്മൾ എത്തുന്നില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതിന് ഒരു മാറ്റം വേണമെന്ന് ആഹ്വാനം ചെയ്യാനൊന്നും ഞാൻ മുതിരുന്നില്ല. കാരണം നമുക്കതിന് എത്രത്തോളം സാധിക്കും എന്നുള്ളത് സംശയമാണ്. എങ്കിലും നമ്മൾ അകലത്തിരുന്നാണെങ്കിലും നമ്മൾ ഏറ്റവും അടുപ്പമുള്ള ബന്ധുക്കളുമായിട്ട് അടുപ്പം സ്ഥാപിക്കേണ്ട ഒരു അവസരം കൂടിയാണ് പെരുന്നാൾ. അതിന് നമ്മൾ ഈ അവസരം ഉപയോഗിക്കണം എന്നുകൂടി പറഞ്ഞുകൊണ്ട് അനുഭവങ്ങൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഞങ്ങളുടെ എളിയ ക്ഷണം സ്വീകരിച്ച് ഈ മരച്ചുവട്ടിൽ എത്തിച്ചേർന്ന എല്ലാ സാംസ്കാരിക നായകന്മാർക്കും നന്ദി അറിയിച്ചുകൊണ്ട് പരസ്പരം ഈദ് ആശംസകൾ കൈമാറി. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ചായ ഇല്ലേ എന്ന കള്ളച്ചിരിയുമായി ഖാദർ മാഷ് ചോദിച്ച ചോദ്യത്തിന് അതേ കള്ളച്ചിരി കൊണ്ട് മറുപടി നൽകി ഞങ്ങൾ പിരിഞ്ഞു. ഏവർക്കും mymughral.com-ന്റെയും mughral online.com-ന്റെയും ബലിപെരുന്നാൾ ആശംസകൾ.